ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കാനുള്ള നടപടികളൊക്കെ എങ്ങനെയാണ്? അതെ, ഇന്ന് മഴ മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് മഴ മാറുന്നതോടുകൂടി ആ പ്രദേശത്ത് വീണ് കിടക്കുന്ന മണ്ണൊക്കെ മാറ്റുന്ന ഒരു പണിയാണ് നിലവിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോ ഇതിന്റെ ബാക്കിയുള്ള ഇപ്പോ ഫയർഫോഴ്സും പോലീസും എല്ലാം സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. അതുകൂടാതെ നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വർക്കിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ആ പ്രദേശത്തുണ്ട്. അടിയന്തരമായി രക്ഷാപ്രവർത്തനം അവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അങ്ങേക്ക് പരിചയമുള്ള സ്ഥലമാണല്ലോ. എത്രത്തോളം ആഴത്തിൽ ഈ മണ്ണ് വീണിട്ടുണ്ടെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ഈ മണ്ണ് ഇങ്ങനെ വിണ്ടുകീറി നിന്നിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം 10-30 അടി പൊക്കത്തിൽ അവിടം വരെ വിണ്ടുകീറി ഇരിപ്പുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ മണ്ണ് ഇറങ്ങി വരുമെന്നാണ് ഞങ്ങൾ കണ്ടിരുന്നത്. അതിന്റെ താഴെ ഈ വീടുകൾ ഇരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് റോഡിൽ നിന്നും ഏകദേശം ഒരു 50 അടി താഴ്ചയിലാണ് വീടുകളുള്ളത്. അതെ, ഇവിടെ ഇപ്പോൾ അധികാരികൾ ഉൾപ്പെടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ ഇത് എത്രത്തോളം വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ അങ്ങേക്ക് ആയിട്ടുണ്ടോ? കൃത്യമായി മനസ്സിലാക്കാനായിട്ടില്ല. പൂർണ്ണമായിട്ടും മുഴുവൻ ആളുകളെയും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അതിന്റെ ഇടയ്ക്ക് 1-2 ആളുകൾ അവിടെ നിന്ന് പോന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ നേരത്തെ ഉണ്ടായിരുന്ന കുറെ ആളുകൾ, ഞാനൊരു 10 മണി വരെ അവിടെ ഉണ്ടായിരുന്നു, കുറെ ആളുകളെ അവിടെ നിന്ന് ഞങ്ങൾ മാറ്റിയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് 1-2 ആളുകൾ വരാതിരുന്ന ആളുകളാണ് ഇപ്പോൾ ഇതിൽ കുടുങ്ങി കിടക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. ഇവർ സാധനങ്ങൾ എടുക്കാൻ വീട്ടിലേക്ക് വന്നു എന്നാണ് അല്പസമയം മുൻപ് നമുക്ക് ലഭിച്ച വിവരം. അങ്ങനെ തന്നെയാണ് എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഇത്രയും ഒരു അപകടം ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് മുഴുവൻ ആളുകളെയും മാറ്റണമെന്നുള്ള ഒരു കർശനമായിട്ടുള്ള ഒരു നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. കുറെ ആളുകൾ വന്നുകൊണ്ടിരുന്നു. ചില ആളുകൾ ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറി. അതിന്റെ ഇടയ്ക്ക് അവരിപ്പോ തിരിച്ച് പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടി പോയ സമയത്താണ് മണ്ണിടിച്ചിലുണ്ടായത് എന്ന് മനസ്സിലായിട്ടില്ല. അവിടെ ചെന്നാൽ അറിയാം. നിലവിൽ ഈ ക്യാമ്പിൽ മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടെന്നാണോ മനസ്സിലാക്കുന്നത്? ആളുകളുടെ എണ്ണമൊക്കെ കൃത്യമാണോ? അല്ല, എണ്ണങ്ങൾ കൃത്യമല്ല. ചില ആളുകൾ അവരുടെ ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു 22ഓളം ആളുകൾ ഞാനുള്ള സമയം വരെ അങ്ങോട്ടേക്ക് വന്നു. ആ സമയത്ത് മറ്റാളുകളും അങ്ങോട്ട് കടന്നു വരുന്നുണ്ടായിരുന്നു. വരുന്ന ആളുകളെ രജിസ്റ്റർ ചെയ്ത് ക്യാമ്പിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു. അതെ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ച അവസ്ഥയാണ്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തെ ഇത് എത്രത്തോളം ബാധിക്കും? ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രദേശം മാത്രമാണ് ഒന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പുറത്ത് മറ്റു വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നതിന് വേറെ തടസ്സം വരുന്നില്ല. മറ്റു വഴികൾ തൊട്ടടുത്ത് വരുന്ന വേറെ വഴികളുണ്ട്. അതിലൂടെയാണ് വാഹനം ഇങ്ങോട്ട് മാറ്റി വിട്ടുകൊണ്ടിരുന്നത്. ആ വഴി കൂടെ പോകുന്നതിന് തടസ്സമില്ല. പക്ഷെ ഈ പ്രദേശത്ത് മാത്രമാണ് ഒന്ന് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പ്രശ്നം. ശരി, വളരെയധികം നന്ദി. ശ്രീ എ രാജ MLA ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്നും ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചതിനാൽ ആശ്വാസകരമായ വലിയ അപകടം ഒഴിവായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതേസമയം തന്നെ 2 പേർ ഈ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃത്യമായി എത്ര ആളുകൾ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള കണക്കൊക്കെ സ്വാഭാവികമായും ജില്ലാധികാരിയുടെ പഞ്ചായത്തിൻ്റെയും ഒക്കെ കൈവശം ഉണ്ടായിരിക്കാം. ആ കണക്കുകളിലേക്കൊക്കെ നമുക്ക് ഉടൻ തന്നെ എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ ലൈറ്റ് എത്തിച്ചിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നത്. ഒരു കുന്ന് തന്നെ അപ്പാടെ ഇടിഞ്ഞു വീണു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായ ഈ അപകടത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ നാളെ നേരം വെളുക്കേണ്ടതുണ്ട്. എത്രത്തോളം വലിയ അപകടമാണ്, എത്ര വീടുകളാണ് തകർന്നിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും 2 പേരാണ് നിലവിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.